വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കേരള പാഠാവലിയിലെ യൂണിറ്റ് 1 ഒരു പാഠഭാഗമാണ് കൊയക്കട്ട എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ബാക്കിയുള്ള പാഠഭാഗങ്ങൾ, ഇതിൻ്റെ മുന്നത്തെ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. പ്രാദേശികമായ വ്യത്യാസങ്ങളും നിറവും മണവും സ്വാദും മാത്രം ചേർന്നതാണോ ഭക്ഷണം? മറ്റെന്തെല്ലാം അതിലലിഞ്ഞു ചേർന്നിട്ടുണ്ട്? നമ്മുടെ പ്രാദേശികമായിട്ട് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ. അത് പലതും മറ്റുള്ള ഭാഗങ്ങൾ, നമ്മുടെ കേരളത്തിൻ്റെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലൊന്നും അറിയണമെന്നില്ല. അപ്പം അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അതിന് നിറമോ മണോ സ്വാദോ മാത്രമല്ല, അതിന് വേറെ ഒരു ചരിത്രം കൂടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും രസങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്ന് അർത്ഥം. ഇനി അത്തരത്തിലുള്ള ഒരു പാഠഭാഗമാണ് ഈ കൊയക്കട്ട എന്ന് പറയുന്നത്. ശരിക്കും ഇത് കൊഴക്കട്ട എന്നാണ് നമ്മൾ പറയാറുള്ളത്, കൊഴക്കട്ട. പക്ഷേ ഇതിനെന്താണ് പ്രാദേശികമായിട്ട് കൊയക്കട്ട എന്നുള്ള വാക്കുകൊണ്ട് പറയാറുണ്ട്. അപ്പോൾ ഇതൊരു കവിതയാണ്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം, ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കിതിലെ ഒരു ആശയം എന്താണെന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ആശയം നോക്കാം. ദിവാകരൻ വിഷ്ണുമംഗലത്തിൻ്റെ ഒരു കവിതാ സമാഹാരമാണ് കൊയക്കട്ട. അതിലെ ഒരു കവിത കൂടിയാണ് ഇത്. കൊഴക്കട്ട എന്ന പലഹാരത്തെ പറ്റി പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ വലിയമ്മയുടെ കവിതയായി മാറുന്ന ഈ കവിത തീർച്ചയായും മനസ്സുകളെ സ്നേഹം എന്ന വികാരത്തിലേക്ക് ആഴത്തിൽ കൊണ്ടുപോകുന്നു. കവി തന്നെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. മഴക്കാലത്ത് ഇരുൾ മൂടി തുടങ്ങിയ ഒരു സന്ധ്യാനേരത്ത് കൊയക്കട്ടയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രമേയം. വലിയമ്മ പണി കഴിഞ്ഞ് ഒരിക്കലും വെറും കൈയോടെ വരാറില്ല. കൊതിയൂറുന്ന മണമുള്ള കൊയക്കട്ട മടിക്കുത്തിൽ വളരെ ഭദ്രമായി പൊതിഞ്ഞുകെട്ടി മഴയത്ത് നനഞ്ഞൊട്ടി വയൽവരമ്പിലൂടെ തിരിച്ചു വരുന്ന ചിത്രവും ഇതിലൂടെ കാണുന്നു. വലിയമ്മയും കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. പ്രകൃതിയുടെ മനോഹാരിതയും കുളിർമയും ഇതിലെ മറ്റൊരു ഭാഗമാണ്. വൈവിധ്യം നിറഞ്ഞ ഈ പ്രപഞ്ചം എത്ര സുന്ദരമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. ഈ ബാക്കിയുള്ള ആശയങ്ങളും സംഭവങ്ങളും നമ്മൾ ആസ്വാദനക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് കവിത ചൊല്ലാം എന്നുള്ളതാണ്. കവിത ഒറ്റക്കും സംഘമായും ചൊല്ലി അവതരിപ്പിക്കൂ. നിങ്ങൾക്കേറെ പരിചിതമായ താളവും ഈണവുമാണ് ഈ കവിതക്കുള്ളത്. ഇതേ താളത്തിലുള്ള പല കവിതകളും പാട്ടുകളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. സമാന താളമുള്ള പാട്ടുകളും കവിതകളും കണ്ടെത്തി അവതരിപ്പിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്ത് നോക്കേണ്ട ഒരു പ്രവർത്തനമാണ്. ഇനി ഇതിലെ മറ്റൊരു പ്രവർത്തനം നോക്കാം. അടുത്തത് കവിതയിൽ എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ളതാണ്. ഒന്നാമത്തേത്, മലഞ്ചെരുവിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവിതയിൽ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? മിന്നാമിനുങ്ങ് പോലെ മുനിഞ്ഞു കത്തുന്ന ചിമ്മിനിക്കൂട്ട് എന്നാണ് മലഞ്ചെരുവിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവിതയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, നേരമേറെ മോന്തിയായല്ലോ എന്ന് ആശങ്കപ്പെടാൻ എന്താവും കാരണം? എന്തുകൊണ്ടാണ്? ജോലിക്ക് പോയ വലിയമ്മ സന്ധ്യയായിട്ടും മടങ്ങിയെത്തിയില്ല. നല്ല മഴയും പെയ്യുന്നുണ്ട്. കൊയ്ക്കട്ടയുമായി വലിയമ്മ എത്താൻ വൈകിയപ്പോഴാണ് നേരമേറെ മോന്തിയല്ലോ എന്ന് കുട്ടി ആശങ്കപ്പെട്ടത്. മൂന്നാമത്തെ ചോദ്യം, വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? എന്തൊക്കെയാണ്? വലിയമ്മയുടെ വാത്സല്യവും കരുതലും ആ കൊയക്കട്ടയിലൂടെ കുട്ടിയിലേക്ക് എത്തിയിരുന്നു. പണിയിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന പലഹാരപ്പൊതി മടിക്കുത്തിൽ നിന്നെടുത്ത് ആ കുട്ടിക്ക് കൊടുക്കുന്നതിലൂടെ കുട്ടിയോട് വലിയമ്മക്കുള്ള കരുതലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇനി നാലാമത്തെ ചോദ്യമാണ്, വലിയമ്മയുടെ കൈകളുടെ സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? പനി വന്നാൽ തുണി നനച്ച് നെറ്റിയിലിട്ട് തണുപ്പിക്കുന്ന വലിയമ്മയുടെ കരസ്പർശത്തിന്റെ കുളിര് കവി ഓർമ്മിക്കുന്നു. അതിനെ നാട്ടുവൈദ്യത്തിൽ മഹത്വം എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത്. മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ലാഭിച്ചേയില്ലാതെ പ്രതിവിധി കണ്ടെത്താനുള്ള മനസ്സ് അന്നത്തെ നാട്ടു സംസ്കാരത്തിന്റെ സവിശേഷതയായിട്ടും ഇതിൽ കാണിക്കുന്നു. ഇനി അവസാനത്തെ ചോദ്യമാണ്, പ്രകൃതിയിലും ജീവിതത്തിലും വന്നു ചേർന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? അകന്നുപോയി അവയെല്ലാം, വലിയമ്മ മറവിതൻ, കരിമ്പടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി, വയലുകൾ നികന്നെങ്ങും, നഗരത്തീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടയുയർന്നു വാനിൽ. ഇതാണ് അത്തരത്തിൽ കാണിക്കുന്ന ഒരു വരി. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ചിത്രം വരയ്ക്കുന്ന വാക്കുകൾ എന്നുള്ളതാണ്.
മുരിഞ്ഞു കത്തുന്ന മിന്നാമിനുങ്ങുപോൾ ചിമ്മിനിക്കൂടകലയായി കൂരതോറും മലഞ്ചെരുവിൽ. ഈ വരികളിൽ ഒരു ചിത്രം തെളിയുന്നുണ്ടല്ലോ. വയൽവരമ്പിലൂടെ വരുന്ന വലിയമ്മയുടെ ചിത്രവും കവിതയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതിലെന്താണ്, നമുക്ക് മലഞ്ചെരുവിൽ കുറേ വീടുകൾ, അവിടെയുള്ള ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിലൂടെ പറ്റുന്നുണ്ട് അല്ലേ. ഇതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാഴ്ചയെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളെ വാക്കുകൾ കൊണ്ടുള്ള ഒരു ചിത്രമായി ആവിഷ്കരിക്കൂ. ഗദ്യത്തിൽ എഴുതാമെന്നാണ് പറയുന്നത്. നമുക്ക് മുത്തശ്ശിയെ കുറിച്ച് വെറുതെ ചുമ്മാ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, എല്ലാവർക്കും ഒരു മുത്തശ്ശി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കയ്യിൽ ഒരു വടിയും നേരിയ മുണ്ടും എടുത്ത് പതുക്കെ പതുക്കെ ഓരോ അടിയും മുന്നോട്ട് വെച്ച് നടക്കുന്നു. ഇപ്പോൾ വീഴുമോ എന്ന് തോന്നും വിധമാണ് നടപ്പ്. ചുളുങ്ങിയ ശരീരവും ചുണ്ടിൽ പുഞ്ചിരിയുമുള്ള എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഒരാളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കാഴ്ചയെ കുറിച്ചിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അടുത്തത് വരികളിൽ നിറയുന്ന സൗന്ദര്യം. സ്നേഹവും വാത്സല്യവും രുചിയും ഒത്തുചേർന്ന സുഖകരമായ അനുഭവമാണ് കവിത പകർന്നു തരുന്നത്. സ്മരണയിൽ മണക്കുന്നു കുതിയൂറും കൊയക്കട്ട, അതിലുണ്ട് വാത്സല്യത്തിൻ പാൻനിലാവ്. ഇങ്ങനെ സുന്ദരമായ ഒട്ടേറെ പ്രയോഗങ്ങൾ കവിതയിലുണ്ട്. വരികളിൽ നിറയുന്ന സൗന്ദര്യം കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കൂ എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കവിതയ്ക്ക് അനുയോജ്യമായ ഒരു ആസ്വാദന കുറിപ്പ് എഴുതി നോക്കാം. ദിവാകരൻ വിഷ്ണുമംഗലം രചിച്ച കൊയക്കട്ട എന്ന കവിത ഒരു ഭക്ഷണത്തിന്റെ രുചി ഓർമ്മയെക്കുറിച്ചുള്ളതാണ്. എന്നാൽ ഭക്ഷണത്തെ മാത്രമല്ല ഇവിടെ പ്രതിദാനം ചെയ്യുന്നത്. കൊയ്ക്കട്ട എന്നുള്ളത് പ്രാദേശികമായി ഉപയോഗിക്കുന്ന ഒരു പലഹാരമാണ്. ഈ പലഹാരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ കവിത പിന്നീട് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതീകമായ വലിയമ്മയിലേക്ക് വഴിതിരിഞ്ഞു. അധ്വാനം ഭക്ഷണത്തിന് കൂടുതൽ രുചിയും ആസ്വാദ്യവും നൽകുന്നു. കൊയ്ക്കട്ട എന്ന ഭക്ഷണത്തിന്റെ രുചി ഓർമ്മയിലേക്കും വലിയമ്മയുടെ സ്നേഹാനുഭവങ്ങളിലേക്കും വലിയമ്മ ജീവിച്ച സ്മൃതിയിലേക്കും നമ്മെ കൊണ്ടുപോകുന്ന കവിതയാണിത്. പണിക്ക് പോയി തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് കുട്ടിക്ക് അറിയാമായിരുന്നു. ആ അറിവ് തന്നെയാണ് കൊയക്കട്ട എന്ന രുചിയൂറുന്ന പലഹാരത്തിലേക്ക് കുട്ടിയെ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചത്. വലിയമ്മയുടെ വാത്സല്യത്തിന്റെ പാൽനിലാവ്, തലമുറകളുടെ അധ്വാന ഫലമായ പാടത്തിന്റെ പച്ചപ്പ്, മണ്ണിന്റെ പശിമയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നേരിന്റെ താളം ഉയർത്തുന്ന രുചിക്കൂട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പനി വരുമ്പോൾ വലിയമ്മ കുട്ടിയെ പരിപാലിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എത്രത്തോളമാണെന്നും വലിയമ്മ ഇല്ലാത്ത ഈ ലോകത്തും ഓർമ്മകളും വലിയമ്മ കൊണ്ടുവരുന്ന കൊഴുക്കട്ടയുടെ രുചിയും കുട്ടി മറന്നു പോകുന്നില്ല. പല നാടുകളിൽ നിന്നും പല പലഹാരങ്ങൾ കഴിച്ചുവെങ്കിലും കൊയക്കട്ടയുടെ സ്വാദ് ഒരിക്കലും കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ഭക്ഷണം കേവലം വിശപ്പടക്കാൻ മാത്രമുള്ളതല്ല, നമ്മുടെ മനസ്സിനും സന്തോഷം നൽകുന്നതാവണം. പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളും നഗരവൽക്കരണവും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. ലളിതമായ ഭാഷയിൽ ആർക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രചനാശൈലിയുമാണ് ഈ കവിതയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. നമ്മൾ കവിതയ്ക്ക് ആസ്വാദനം എഴുതുമ്പോൾ ആരാണ് കവിത എഴുതിയത്, എന്താണ് കവിതയുടെ ആശയം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിയും എഴുതി ചേർക്കാം. അതിലെ പ്രായോഗിക ഭംഗികളെ കുറിച്ചിട്ടും അതിൻ്റെ ശൈലിയെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് പരാമർശിക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം പലഹാരപ്പൊതിയും നഗരത്തീ വിഭവങ്ങളുമാണ്. വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്കു പകരം നഗരത്തിലെ ഭക്ഷ്യവിഭവങ്ങൾ പ്രചാരത്തിലായി. നമ്മുടെ ഭക്ഷണശീലങ്ങളിലും മാറ്റം വന്നു. ഭക്ഷണ വിഭവങ്ങളിലും ഭക്ഷണശീലത്തിലും വന്ന മാറ്റത്തെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തും. ചർച്ചയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചുമർപത്രം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുമല്ലോ. പണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള വിഭവങ്ങളെ വെച്ചായിരുന്നു നമ്മൾ അധികവും പലഹാരങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് കാലങ്ങൾ മാറുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്ക് പോകുന്ന രീതിയാണ് അല്ലേ. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ പരാമർശിക്കേണ്ടത്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഒരു സംവാദം പോലെ നടത്തുകയും ചെയ്യാം. ഇത്രയുമാണ് പാഠഭാഗം. ഇനി അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് കായലമു നവേച്ചിമു തത്തിമ്മ ചവി എന്നുള്ളതാണ്. മുളങ്കൂമും നവേഞ്ചിയും തന്നിരുന്ന ഒരു രുചിയെ കുറിച്ചിട്ടാണ്. ആ വാക്ക് നമ്മൾ ഇതുമായിട്ട് ആദിവാസിയുമായി ബന്ധപ്പെട്ടത്, അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് വായിക്കാൻ വേണ്ടി പറ്റാത്ത അവരുടെ ഒരു ഭാഷയാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളതാണ് നമുക്ക് അടുത്ത പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.